എസ് കെ പൊറ്റക്കാടിന്റെ കാപ്പിരികളുടെ നാട്ടിൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു വാക്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഓരോ നാടും ഒരു കഥയാണ്. യാത്ര ചെയ്യുന്നവന്റെ ജോലി എന്നുള്ളത് ആ കഥ മനോഹരമായി കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളും കുറച്ച് യാത്രയെ കുറിച്ച് സംസാരിക്കാം. അതെ, യാത്രനെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സമയമാണത്. കാരണം എല്ലാവരും യാത്രയിലാണ്. നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും സ്റ്റോറിയിലൊക്കെ മണാലി, കാശ്മീർ ഓരോരുത്തരും സോളോ ആയിട്ടൊക്കെ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് റൈഡ് വരെ. അതെ, അതുപോലെ നമ്മളും കേരളത്തിൽ നിന്ന് 16ഓളം സംസ്ഥാനങ്ങൾ താണ്ടി ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് തന്നെ തിരിച്ചിരിക്കുകയാണ് നമ്മുടെ ദസ്തക്ക്. ദസ്തക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ദസ്തക്ക്? നമ്മൾ ഈ ജാമിയ മദീനത്തുന്നൂറിന്റെ കീഴിലുള്ള എല്ലാ യാത്രകളും നമ്മളൊരു പേരും അതുപോലെ തന്നെ ഒരു തീമൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകാറുള്ളത്. നമ്മളെ ഈ വർഷത്തെ നമ്മളെ ബാച്ചിന്റെ യാത്ര അത് ദസ്തക്ക് എന്ന പേരിലാണ് നമ്മൾ പോയത്. ദസ്തക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫാർസി വേർഡാണ്, അതന്നെ പേർഷ്യൻ വേർഡാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദ നോക്കിങ്, മുട്ടുക. എന്താണ് മുട്ടുന്നത്? സാധാരണ നമ്മൾ മുട്ടാറില്ല, എന്താണ്? വാതിലുകൾ, വാതായനങ്ങൾ. അപ്പൊ നമ്മളെ തീം എന്ന് പറഞ്ഞാൽ നോക്കിംഗ് ദ സോൾസ് ഓഫ് എൻലെസ് എനിഗ്മ. എൻലെസ് ആയിട്ടുള്ള അന്ത്യമില്ലാത്ത പുതുമകളുടെ ആത്മാവുകളെ തട്ടിക്കൊണ്ടാണ് അല്ലെങ്കിൽ മുട്ടിക്കൊണ്ടാണ് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, നമ്മളെ യാത്ര ചെയ്തിട്ടുള്ളത്. യാത്രകളെ പറ്റി പറയുമ്പോൾ ഏതൊരു യാത്രയും മനോഹരമാക്കുന്നത് കേവലം നമ്മൾ അതിൽ കാണുന്ന കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ മാത്രമല്ല, മറിച്ച് അതിൽ നമ്മൾ കാണുന്ന മനുഷ്യർ, നമ്മൾ ഇടപെടുന്ന മനുഷ്യർ, അവരുടെ വിശേഷണങ്ങൾ, അവരുടെ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴാണ് നമ്മുടെ യാത്ര കൂടുതൽ മനോഹരമാകുന്നത്. അത് നമുക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ, ഉൾക്കാഴ്ചകൾ കൂടി നൽകുന്നുണ്ട്, ഒരുപാട് ചിന്തിക്കാൻ. ഉദാഹരണത്തിന് നമ്മൾ അജ്മീറിൽ പോയപ്പോൾ അവിടെയൊക്കെ തെരുവോരങ്ങളിൽ നമ്മൾ ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ട്. 8ഉം 9ഉം ഒക്കെ വയസ്സുള്ള ചെറിയ കുട്ടികൾ. അവരെന്നെ ചെറുതാണ്, എന്നാൽ അവരുടെ ഒക്കത്ത് 2ഉം 3ഉം വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. നമ്മളൊരു വഴിയിലൂടെ നടന്നു പോവാണെങ്കിൽ അവര് ബിസ്ക്കറ്റ് കിലാതോ 10 റുപ്യ തരുമോ, മലയാളിയാണെന്ന് കണ്ടാൽ 10 റുപ്യ തരുമെന്ന് വരെ ചോദിക്കും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ നമ്മളുടെ യാത്രയിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്കിടയിൽ വിദ്യാഭ്യാസ പ്രവർത്തനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ആളുകളെ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അവര് പറയുന്നത്, ഈ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ മദ്രസകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടേക്കൊന്നും കുട്ടികൾ കിട്ടുന്നില്ല. അപ്പോ ഇവർ ഈ കുട്ടികളുടെ വീടുകൾ അന്വേഷിച്ചിറങ്ങി രക്ഷിതാക്കളെ കാണാൻ വേണ്ടി പോയി. അപ്പൊ അങ്ങനെ ഒരു വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറയാണ്, രക്ഷിതാവിനോട് ചോദിച്ചു, വീട്ടിൽ ഇപ്പയും ഉമ്മയുള്ള കുട്ടികളാണ്. അപ്പോ അപ്പനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മകനെ നിങ്ങൾ സ്കൂളിലേക്ക് വിടാത്തത്? അപ്പൊ അദ്ദേഹം പറയാണ്, എങ്ങനെ ഞാൻ എൻ്റെ മക്കളെ സ്കൂളിലേക്ക് വിടും? ഇവര് ഈ വീടിന്റെ വരുമാനമാണ്, അപ്പ ജോലിക്കൊന്നും പോകുന്നില്ല, ഈ മക്കളാണ് എൻ്റെ വീടിന്റെ വരുമാനം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എൻ്റെ ഈ ഒരു മോന് 3 കുട്ടികളുടെ വീടാണ്. എൻ്റെ ഒരു മോന് ദിവസം 500 രൂപ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 3 മക്കളാകുമ്പോൾ 1500 മിനിമം ആയിരിക്കും അല്ലേ? മിനിമം 500 രൂപ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു മാസം തന്നെ എത്ര ഉണ്ടാവും? ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനേക്കാൾ ജോലി കുട്ടികൾ ഈ ജോലിയിലൂടെ മാതാപിതാക്കളെ എടുപ്പിക്കുന്നുണ്ട്. അപ്പോ അവരോട് ചോദിച്ചു, അപ്പൊ ഈ മക്കളുടെ ഭാവിയെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഇവര് വലുതായിട്ട് ഇവരെന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ അവര് പറയുന്ന മറുപടിയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അവര് കല്യാണം കഴിക്കുമല്ലോ, അവർക്കും മക്കളുണ്ടാവുമല്ലോ, ആ മക്കളെ ഈ പരിപാടിക്ക് അതാണ് എങ്ങനെയാണ് വിദ്യാഭ്യാസമില്ലായ്മ ഒരു സമൂഹത്തെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. അതെ, എനിക്കും ഇതേപോലെ ഒരു കഥ പറയാനുണ്ട്. നമ്മള് ഫുഡ് കഴിക്കാൻ പോയല്ലോ അജ്മീറിൽ, ആ മെയിൻ ഗേറ്റിന്റെ അവിടുന്ന് ഒരു ഉച്ചക്ക് ലഞ്ചിന് നമ്മൾ പോയത്. ഒരു ഹൈദരാബാദി ബിരിയാണി അതുപോലെ മന്തിയൊക്കെ 50 റുപ്യ കിട്ടുന്ന സ്ഥലം. നല്ല ഫുഡായിരുന്നു. അവിടെ 2ാം നിലയിലാണ് നമ്മൾ ഇരുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. 2ാം നിലയിലാണ് ഞാൻ ഇരുന്നത്. ശരിയാ, ഒരു സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ആ സ്റ്റേഴ്സിൽ ആരുണ്ട്? അവിടുത്തെ വെയിറ്ററാണ് തോന്നുന്നു, വെയിറ്റർ തന്നെയാണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. നമ്മളെ വസ്ത്രമൊക്കെ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്, കേരളത്തിൽ നിന്നാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തെ നമ്മളെ നോക്കി ചിരിച്ചു. അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലോ. ഞാൻ കയറി അറിയുന്ന ഹിന്ദി തട്ടിമുട്ടി എന്തെങ്കിലും ചോദിച്ചു, പേര് ചോദിച്ചു, അതുപോലെ തന്നെ സംസാരിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് രണ്ടാമത് എന്നോട് പേരൊന്നുമില്ല ചോദിച്ചത്, എന്നോട് ചോദിക്കുക, നിങ്ങൾ പഠിക്കുകയാണോ? പഠിക്കാണ്, ഞങ്ങള് ഡിഗ്രി പഠിക്കാണ്. ഡിഗ്രി പഠിക്കാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണില് ഒരു പ്രത്യേക ഒരു പ്രകാശം, അത്ഭുതം. ഡിഗ്രിയിലാണ് പഠിക്കുന്നത്. അതെ, ഡിഗ്രിയാണ്. ഏത് ഡിഗ്രിയാന്ന് അറിയാൻ വേണ്ടിയാണോ? BA ഇംഗ്ലീഷ് ചെയ്തോണ്ട്.
മൂപ്പര് എന്തോ ഒരു പ്രത്യേക ഒരു പ്രകാശത്തോട് നോക്കാം. സംഭവമായിട്ട് കാണുന്നത്. നമ്മളെ നാട്ടിൽ ഇപ്പൊ എല്ലാവരും ഡിഗ്രി ചെയ്യുന്നതാണല്ലോ. നമ്മളങ്ങനെ ഒരു സംഭവം അല്ലാതെ എനിക്ക് പറഞ്ഞപ്പോ എന്റെ മൂപ്പര് എന്നോട് ഇങ്ങനെ സംസാരിക്കാണ്. ആ നിങ്ങളൊക്കെ നിങ്ങളെ നാട് കേരളത്തിൽ ജനിച്ചു, നിങ്ങളെ ചുറ്റുപാട് അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി. ഞങ്ങൾക്കും അതുപോലെ പഠിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളെ പഠിക്കാൻ സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ട വാപ്പയും ഉമ്മയൊക്കെയാണ് ഞങ്ങളെ ഭിക്ഷ യാചിക്കാൻ വേണ്ടി ഞങ്ങൾ എന്താക്കുന്നുള്ളത് അയക്കുന്നുള്ളത്. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കണ്ടേ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോഴും കേരളത്തിലേക്ക് അവസരമുണ്ട്, ഇൻഷാ അല്ലാ നിങ്ങൾ കേരളത്തിലേക്ക് വരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനം. അവിടെ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ അതൊരു വിഷമമായിരുന്നു കേട്ടോ. ഫൗണ്ടേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായും. പക്ഷേ നമ്മൾ കാണുന്ന പോലല്ലോ നമ്മൾ കേരളത്തിനോട് ഇവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവർ ഇങ്ങനെയൊന്നല്ല ആവേണ്ടത്. വലിയ പ്രഭയിലുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരുപാട് ഉയർച്ചയിലെത്തേണ്ടതാണ്. അതെ, മുഗൾസിന്റെ ഒക്കെ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രഭയിലുണ്ടായിരുന്നു. ഒരുപാട് സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടൊക്കെ വലിയ ഉയർച്ചയിലാണ് അവരുണ്ടായിരുന്നത്. പിന്നെ അവരത് തുടർന്ന് പോന്നു. പക്ഷെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരലോടുകൂടി അവർ വന്നിട്ട് ആദ്യം ഒരു ചെയ്യുന്നത് എന്താ അറിയോ? അന്നത്തെ മാതൃഭാഷയായിട്ടുള്ള പേർഷ്യൻ ലാംഗ്വേജ്, ഉറുദു, ഇതിനെ രണ്ടിനെയും മാറ്റിയിട്ട് ഇംഗ്ലീഷ് കൊണ്ടുവന്നു. അതോടുകൂടി അന്നത്തെ ആളുകൾക്ക് അറിയുന്ന പേർഷ്യൻ ആയിരുന്നല്ലോ. അപ്പോൾ അവർക്ക് ഈ ഉദ്യോഗ തലങ്ങളിലൊന്നും അവർക്ക് സ്ഥാനമില്ലാതായി. അവിടെ നിന്നൊക്കെ അവർ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇഗ്നോറൻസ് അല്ലേ? അതെ, തീർന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനൊക്കെ റിക്കവർ ചെയ്തുകൊണ്ട് തന്നെ അവർ തിരിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വരുന്ന സമയത്താണ് പെട്ടെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. കിട്ടുമ്പോൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടാണ് പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇന്ത്യ ഹിന്ദുസിന് വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ വിഭജിച്ചാണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മുസ്ലിങ്ങൾ ഇവിടുന്ന് കുടിയേറിപ്പോയി. അപ്പൊ നമ്മളെ മഹേന്ദ്രന്റെ വിഷയം നോക്കുകയാണെങ്കിൽ തന്നെ മഹേന്ദ്ര ആൻഡ് മുഹമ്മദ് എന്നായിരുന്നു ആദ്യത്തെ പേര്. മാലിക് ഗുലാം എന്നുള്ള പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതെ, ഈ മഹേന്ദ്രയിലെ 50% ഇൻവെസ്റ്റ്മെന്റ് അയാളുടേതായിരുന്നു. അദ്ദേഹം അതൊക്കെ വിട്ടെറിഞ്ഞ് നേരെ അവിടെ പോയി അവിടെ ഫിനാൻസ് മിനിസ്റ്റർ ഒക്കെ ആവുന്നുണ്ട്. വലിയ സാമ്പത്തികപരമായിട്ട് കഴിവുള്ള ആളൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് എത്രയും സാമ്പത്തികപരമായിട്ടുള്ള വലിയ ഉയർച്ചകൾ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സും കുടിയേറിപ്പോയി. അങ്ങനെ ഇവിടെ ബാക്കിയായത് പാവപ്പെട്ട ചില ആളുകൾ മാത്രമാണ്. അതാണ് അവർ ഇത്രയും പിന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാര്യം എന്നുള്ളത്. എന്റെ യാത്രയില് ഞാൻ പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റുകളാണ് ഉണ്ടാവുക. എനിക്ക് യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പഞ്ചാബാണ്. അപ്പൊ പഞ്ചാബിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പൊതുവെ ആ സിഖുകാരുടെ വലിയ തലകെട്ടും അവരുടെ വലിയ താടിയും ഗുസ്തി അരയിലെ കത്തി നീണ്ടു കിടക്കുന്ന വയൽപ്പാടങ്ങൾ, അത് മാത്രമാണ് പൊതുവെ പഞ്ചാബ് എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരിക. തീർച്ചയായും. പക്ഷെ പഞ്ചാബിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ മനുഷ്യരാണ്. പഞ്ചാബികളായ നല്ല മനുഷ്യരാണ്. ഇപ്പോ പഞ്ചാബില് നമ്മുടെ അവിടെ ഇമാം റബ്ബാനിയുടെ മക്കാമുണ്ടല്ലോ, പഞ്ചാബിലെ സർഹിന്ദില് മുജദ്ദിദ് അൽഫസാനി, 1000 ആണ്ടിന്റെ പരിഷ്കർത്താവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് നമ്മുടെ ഇമാം റബ്ബാനി. റബ്ബാനി ഇമാമിന്റെ ആ മക്കാമ് തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ലങ്കറൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മളെത്തിയ സമയത്ത് അവിടെ കുറച്ച് പഞ്ചാബികൾ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ കാണുന്നത് സിഖുകാരാണ്. അതെ, സിഖുകാരാണ്. അവരോട് സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവർ വളരെ ഊഷ്മളതയോടെയാണ് നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ നമ്മെ സ്വീകരിച്ചതും അവരുടെ സിഖ് മതത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇസ്ലാമിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. കുറെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ വളരെ ഊഷ്മളമായ പഞ്ചാബിൽ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ ഒരു ഉറപ്പ് നിന്നിട്ടാണ് അവർ പോയത്. അതാണ് പഞ്ചാബിനെ എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. അതെ, എനിക്ക് പഞ്ചാബിനപ്പുറം എനിക്ക് ഇഷ്ടപ്പെട്ടത്, എല്ലാവർക്കും ജാസ്തി പറഞ്ഞ പോലെ ഓരോ നാടുകളോട് ഒരു ഇഷ്ടം ഉണ്ടാവും. എനിക്ക് ഡൽഹിയായിരുന്നു ഇഷ്ടപ്പെട്ടത്. കാരണം ചെറുപ്പം മുതൽ തന്നെ അല്ലാതെ തന്നെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും അദ്ദേഹം ഇന്ത്യയിൽ കാണണമെന്ന് ബക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളില് ടോപ്പ് 5 എന്തായാലും ഉണ്ടാവും, ഡൽഹി ഉണ്ടാവും. കാരണം ഡൽഹിയിലുള്ള ആർക്കിടെക്ചറൽ മാർവൽസ്, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഹിസ്റ്റോറിക് സംഭവങ്ങള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്പിരിച്വൽ കേന്ദ്രങ്ങള്, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയാട്, അങ്ങനെ എന്തുകൊണ്ടും ഡൽഹി എന്താണ് ഒരു ഇന്ത്യയുടെ ക്യാപിറ്റൽ ആവാൻ പറ്റിയ ഒരു സിറ്റി. ഡൽഹി തന്നെയാണല്ലോ. ഇപ്പോ വാസ്തവമാണ് ഇപ്പൊ ഈ ഡൽഹിയിലെ ഈ മോണമെന്റ്സ്, അതുപോലെ തന്നെ ഹിസ്റ്റോറിക് പ്ലേസസ്, യൂണിവേഴ്സിറ്റികള്,
ഇതൊക്കെ കണക്ട് ചെയ്യുന്ന കാര്യത്തില് ഡൽഹി മെട്രോന്റെ ഒരു റോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇന്ത്യയിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അതെ, കാര്യമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മെട്രോ സിസ്റ്റം ഏതാന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ് ഡൽഹിയാണ്. നമുക്ക് പറയാം. കാരണം ഓരോ മോണമെന്റിൽ നിന്നും അടുത്ത സൈറ്റിലേക്കുള്ള റൂട്ട് കറക്റ്റ് ആയിട്ട് അവരൊരു ഓർഡർ Metro. ചെയ്തിട്ടുണ്ട്. ആ, ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആ മെട്രോ സ്റ്റേഷനിലുള്ള വഴികൾക്ക് പോലും സ്പെഷ്യൽ കളറാണ്. footprints ഒക്കെ ചെയ്തിട്ട്. ഓറഞ്ച് ഫുട് പ്രിന്റ്സ്, നീല ഫുട് പ്രിന്റ്സ്. യെല്ലോ, വയലറ്റ്, അങ്ങനെ സ്പെഷ്യൽ കളറുകളിലാണ് ഇത് പോകുന്നത്. അപ്പൊ അതൊക്കെ യാത്രക്കാർക്ക് വളരെ സുഗമമായ യാത്ര നമുക്കത് വലിയൊരു ഹെൽപ്പായിരുന്നു. ആയിട്ടുണ്ട്. അതെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഓരോ യാത്രകളിലും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് അപ്പോഴാണ് ആ യാത്ര അർത്ഥവത്താകുന്നത്. തീർച്ചയായും. ഇപ്പൊ ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിനുള്ള ചരിത്ര സ്മാരകങ്ങളൊക്കെ ജസ്റ്റ് ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലമാകുക അങ്ങനെയാണ് എന്നതാണ്. ഒരുപാട് സ്റ്റോറി ആളുകള് സ്റ്റോറി ഇടുക, ഹൈലൈറ്റ് വെക്കുക. അതെ. അത് മാത്രം ആവരുത് എന്നുള്ളതാണ്. അതും വേണം. അത് വേണം. പക്ഷെ അതിന്റെ ചരിത്രങ്ങൾ പഠിച്ച് അതിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. അതൊക്കെ മനസ്സിലാക്കി അതിനെ കാഴ്ചയിലൂടെ കാണാം. ആയിരിക്കണം നമ്മുടെ യാത്ര. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ യാത്ര ആവാൻ പറ്റുന്നത്, അല്ലേ? നമുക്ക് തീർച്ചയായും. അവസാനിപ്പിക്കാം, അല്ലേ? ഇൻഷാ അല്ലാ. അപ്പോൾ ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാം, അതിന്റെ ഇനിയും ഒരുപാട് കഥകൾ ഇനിയും കഥകൾ കൊണ്ടുവരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.